പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ പാർട്ടിയിൽ പുറമേ നോക്കുമ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി വിഭാഗീയതയുടെ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാം. കാരണം കേരളത്തിലെ പാർട്ടിയിൽ പല ഘട്ടങ്ങളിലായി വിഭാഗീയത ഉണ്ടായിട്ടുണ്ട്. ഞാനിതിനു മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ്. 80കളിലൊക്കെ CPM CITU വിഭാഗീയതയാണ് ഉണ്ടായിരുന്നത് ഒരു ഘട്ടത്തിൽ. അതിലൊരു വശത്ത് VS അച്യുതാനന്ദനും മറുവശത്ത് ബാലാനന്ദനെ പോലുള്ളൊരു കണിനിരന്ന ഒരു വലിയ വിഭാഗീയത ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം 1998 മുതൽ 2013 വരെ VS അച്യുതാനന്ദൻ ഒരു വർഷത്തും പിണറായി വിജയൻ വേറൊരു വശത്തുമുള്ള ഒരു വിഭാഗീയത രണ്ടാം ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 2013-14 ആയപ്പോഴത്തേക്കും VS അച്യുതാനന്ദൻ രംഗം ഏതാണ്ട് വിട്ടതോടുകൂടി പിന്നീട് CPM-നകത്ത് വിഭാഗീയത ഉള്ളതായി പുറമേ നിന്ന് നോക്കുന്നവർക്ക് കാണാൻ കഴിയില്ലായിരുന്നു. അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവർ അതൊക്കെ ആയിട്ട് അങ്ങനെ പതിഞ്ഞ് വളരെ സബ്മിസീവായിട്ട് അവർ കഴിയുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 2013-14 ശേഷം വിഭാഗീയത പൂർണ്ണമായി ഇല്ലാതാവുകയും ഏതാണ്ട് ഒരു പിണറായി വിജയൻ യുഗം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു. യഥാർത്ഥത്തിൽ 1998 പിണറായി വിജയൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം 2 പ്രാവശ്യം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി. 2014 വരെ അദ്ദേഹം 4 പ്രാവശ്യം മറ്റോ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി. 2006 നടന്ന മലപ്പുറം സമ്മേളനത്തിലാണ് ശരിക്കും പിണറായി വിജയൻ അയാളുടെ സമ്പൂർണ്ണ ആധിപത്യം VS അച്യുതാനന്ദന് മേൽ സ്ഥാപിക്കുന്നത്. എന്നാൽ 2006 മുതൽ 2013 വരെ VS അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിലുള്ള വലിയൊരു പോരാട്ടം CPM-നകത്ത് നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ 2013-2014 ആയപ്പോഴത്തേക്കും VS പയ്യെ അതിൽ നിന്ന് പിന്മാറുകയും 2016 വരെ VS പ്രതിപക്ഷ നേതാവായിരുന്നുവെങ്കിലും പിന്നീട് പിണറായിയുമായി പോരടിക്കാൻ VS തയ്യാറാവാതിരുന്നു. അത് നമ്മൾ കണ്ടു. പിന്നീട് VS ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനാകുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം VS-ന് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെയായി VS രംഗത്ത് നിന്ന് നിഷ്ക്രമിച്ചതോടുകൂടി ഏതാണ്ട് 2014 മുതൽ പിണറായി വിജയൻ്റെ ഒരു ഏകാധിപത്യമാണ് ഈ പാർട്ടിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. സുഹൃത്തുക്കളെ, എനിക്ക് ഈ വീഡിയോയിൽ കൂടി എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത് 2014 മുതൽ 2025 വരെ CPM-ൽ വിഭാഗീയത ഉണ്ടായിരുന്നില്ല എങ്കിൽ പറഞ്ഞാൽ പുറമെ ഉണ്ടായിരുന്നില്ല. കാരണം ഒരേ ഒരു നേതാവ് പിണറായി വിജയൻ മാത്രമേ. എന്നാൽ CPM-ൽ ഇപ്പോൾ ഏതാണ്ട് ഒരു 3-ാം ഘട്ടം വിഭാഗീയത ആരംഭിച്ചിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. 2025 മുതൽ നമ്മൾ ഇനി കാണാൻ പോകുന്നത് CPM-ലെ പുതിയ തരത്തിലുള്ള ഒരു വിഭാഗീയതയാണ്. അതെന്നെപ്പോലുള്ള പൊതുപ്രവർത്തകർ അതിൻ്റെ സൂചനകൾ നേരത്തെ നൽകിയിരുന്നു. 2025 ഏപ്രിൽ 6-ാം തീയതി മധുര പാർട്ടി കോൺഗ്രസ് CPM-ൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായി MA ബേബിയെ നിയമിച്ച സമയത്ത് തന്നെ കേരളത്തിൽ അടുത്ത വിഭാഗീയത ഒരു ഘട്ടം ആരംഭിക്കുന്നുവെന്നും അതിലൊരു വശത്ത് MA ബേബിയും മറുവശത്ത് പിണറായി വിജയനും പിണറായി വിജയൻ്റെ കൂടെയുള്ളവരും എന്നുള്ള നിലയിലായിരിക്കും എന്ന് എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകർ പറഞ്ഞിരുന്നു. അതിപ്പോൾ അക്ഷരാർത്ഥത്തിൽ അത് ശരിയെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ഈ പറഞ്ഞ പോലെ ഏപ്രിൽ 6-ാം തീയതി ദേശീയ ജനറൽ സെക്രട്ടറി ആയി തിരഞ്ഞെടുത്ത സമയം മുതൽ തന്നെ ഈ വിഭാഗീയതയുടെ കനലുകൾ ഇങ്ങനെ പുകഞ്ഞു തുടങ്ങിയിരുന്നു CPM-ൽ. ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ദേശീയ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് ബേബി നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ, ബേബി നടത്തിയിട്ടുള്ള സന്ദർശനങ്ങൾ, ഇപ്പോൾ സുധാകരനെ ബേബി പോയി കണ്ടു, സുധാകരനെ പുകഴ്ത്തി, P ജയരാജൻ ജീവിക്കുന്ന അത്ഭുതമാണെന്ന് പറഞ്ഞ് P ജയരാജനെ പുകഴ്ത്തി, അതെല്ലാം നമ്മൾ കണ്ടതാണ്. പല ബേബിയുടെ അഭിപ്രായ പ്രകടനങ്ങളും ഈ പറഞ്ഞ പോലെ പരോക്ഷമായി പിണറായി വിജയനെതിരായിട്ടുള്ളതായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ അത് വേറൊരു ഘട്ടത്തിലേക്ക് കടന്നപ്പോഴാണ് ഈ കഴിഞ്ഞ 23-ാം തീയതി പുതിയ AKG സെൻ്ററിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ച് അത് വളരെ കൃത്യമായിട്ട് അത് പ്രതിഫലിക്കുന്നത് നമ്മൾ കണ്ടു. ആ AKG സെൻ്ററിൻ്റെ ഉദ്ഘാടനം പാർട്ടി സെക്രട്ടറിയും ദേശീയ ജനറൽ സെക്രട്ടറിയും ആയിരുന്നില്ല, മറിച്ച് പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള പിണറായി വിജയനായിരുന്നു. അവിടെ AKGയുടെ ഒരു അർത്ഥകായ പ്രതിമ ഉണ്ടായിരുന്നു. അതിൻ്റെ അനാച്ഛാദനം പോലും ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബേബിയെ അടുപ്പിച്ചില്ല. അവിടെ വിശിഷ്ടാതിഥിയായി ബേബിക്ക് ഒതുങ്ങിക്കൂടേണ്ടി വന്നു. ബേബി ഈ AKG സെൻ്റർ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാഴ്ചക്കാരനെ പോലെ നിൽക്കുന്ന ചിത്രമൊക്കെ തന്നെ വ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരിച്ചു. അപ്പോൾ അവിടെ വെച്ച് തന്നെ നമുക്ക് മനസ്സിലായി കേരളത്തിൽ താനാണ് അധികാരി, താനാണ് കേരളത്തിലെ പാർട്ടിയുടെ ഉടമസ്ഥൻ എന്ന് പിണറായി വിജയൻ ബേബിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു അവിടെ നടന്നെന്നുള്ളത് നമ്മൾ പിന്നീട്. രണ്ടാമത് എന്താ സംഭവിച്ചത്? രണ്ടാമത് കണ്ണൂർ എന്ന് പറഞ്ഞ CPM-ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ലയുണ്ട് കണ്ണൂർ. അവിടെ പാർട്ടി ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്ന സാഹചര്യമുണ്ട്. കാരണം അവിടെ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന MB ജയരാജൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗമായി മാറി. അപ്പോൾ സ്വാഭാവികമായി അവിടെ ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കണം. ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ആ സീനിയർ ആയിട്ടുള്ള ആളുകളെ ഒന്നും പരിഗണിക്കാതെ
പിണറായി വിജയൻ്റെ ഒരു കോടാലിക്കൈയും ഒരു ക്രോണി മാത്രമായിട്ടുള്ള കെ രാഗേഷിനെ പിണറായി വിജയൻ നേരിട്ട് അവിടെ പോയിരുന്ന് ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുന്നത് നമ്മൾ കണ്ടു. അവിടെയും ബേബിയെ പരിപൂർണമായി ഒഴിവാക്കി. ഒരു കരിവേപ്പലയുടെ വില പോലും ബേബിക്ക് അവിടെ കൊടുത്തില്ല. സ്വാഭാവികമായും കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തമായ പാർട്ടിയുള്ള സ്ഥലമാണ് കണ്ണൂർ ജില്ല. സ്വാഭാവികമായി അവിടെ ഒരു ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുമ്പോൾ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി കേരളത്തിൽ നിന്നാണ് എന്നുള്ളത് കൊണ്ട് ബേബിയുമായിട്ട് വേണമെങ്കിൽ പിണറായി വിജയൻ ഒന്ന് കൺസൾട്ട് ചെയ്യാമായിരുന്നു. പക്ഷേ പുല്ലേ എന്ന് പിണറായി വിജയൻ പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ അവിടെ പോയിരുന്ന് പിണറായി വിജയൻ്റെ ഒരു ക്രോണി, ഒരു കോടാലി കൈയായിട്ടുള്ള കെ രാഗേഷിനെ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അത് വേറൊരു തലത്തിലേക്ക്, ബേബിയെ ഒതുക്കാനുള്ള ശ്രമം വേറൊരു തലത്തിലേക്ക് വരുന്നത് നമ്മൾ കണ്ടു. എന്നാൽ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ശ്രീമതിയും കെ ശ്രീമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഈ വിഭാഗീയത പൊട്ടി ഒലിച്ച് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. കെ ശ്രീമതിയെ പാർട്ടി കോൺഗ്രസ് ആണ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തത്. സ്വാഭാവികമായും പാർട്ടി കോൺഗ്രസ് കെ ശ്രീമതിയെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ സ്വാഭാവികമായും കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ശ്രീമതിക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല, ഒരു വിലക്കുമില്ല. കാരണം ഒരു മേൽക്കമ്മിറ്റിയാണ് അവരെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തത്. കേന്ദ്ര കമ്മിറ്റിയുടെ കീഴിലുള്ള ഒരു ഘടകമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ്. അവിടെ പങ്കെടുക്കുന്നതിന് അവർക്ക് ആരുടെ അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. പക്ഷേ അവരെ അവിടെ പങ്കെടുക്കുന്നതിൽ നിന്ന് പിണറായി വിജയൻ വിലക്കി. ആ വിലക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ വിഭാഗീയത പൊട്ടി ഒലിച്ച് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ആ വിലക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്ത പുറത്തു വന്നപ്പോൾ അത് അടിസ്ഥാനരഹിതമാണെന്നും നിഷേധിക്കുന്നതിനും പകരം ആ വിലക്കിനെ ശരിവെച്ചുകൊണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഒരു അഭിപ്രായം പറഞ്ഞു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു, ഇവിടെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഒഴിവാക്കിയതാണ്. അവരെ കേന്ദ്ര കമ്മിറ്റിയാണ് കേന്ദ്ര കമ്മിറ്റി അംഗമായി അവരെ നിയമിച്ചത് പോളിറ്റ് ബ്യൂറോയാണ്. അവരുടെ ചുമതല അങ്ങ് ഡൽഹിയിലാണ്. ആ ചുമതല അവർ നിർവഹിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇവിടെ അവർക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല എന്ന് മാത്രമല്ല അവർക്കിവിടെ ചുമതലയും കൊടുത്തില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പോൾ കെ ശ്രീമതി വിഷയത്തിൽ പരസ്യമായി പിണറായി വിജയൻ എടുത്ത നിലപാടിനനുസൃതമായിട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി വന്നു. കെ ശ്രീമതി അതേ സംബന്ധിച്ച് വന്നിട്ടുണ്ട്, എനിക്ക് വിലക്കുള്ളതായിട്ട് എനിക്കറിയില്ല, എന്നെ തീരുമാനിച്ചിട്ടുള്ളത് മേൽ കമ്മിറ്റിയാണ്, ഞാനിവിടെ പങ്കെടുക്കുന്നത് വിലക്കുള്ളതായിട്ട് എനിക്കറിയില്ല എന്നവർ പറഞ്ഞു. എന്നാൽ അതിനേക്കാളൊക്കെ പ്രധാനം അവർക്കിവിടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതിൽ യാതൊരു വിലക്കുമില്ല എന്ന് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പരസ്യമായി പറഞ്ഞു സുഹൃത്തുക്കളെ. അപ്പോൾ ഇതിൽ നമ്മൾ വ്യത്യസ്തം മനസ്സിലാക്കേണ്ടത് CPM-ലെ മൂന്നാമത്തെ ഘട്ടം വിഭാഗീയത ഇവിടെ പച്ചയായി ആരംഭിച്ചിരിക്കുന്നു. ഒരു വശത്ത് ദേശീയ നേതൃത്വം, മറുവശത്ത് സംസ്ഥാന നേതൃത്വം എന്നുള്ള നിലയിൽ. സംസ്ഥാന നേതൃത്വം എന്നാൽ ഇൻ ടോട്ടൽ എന്ന് പറയാൻ പറ്റില്ല. സംസ്ഥാന നേതൃത്വത്തിൽ പിണറായി വിജയനും MP ഗോവിന്ദനും ഒരു വശത്തും, മറുവശത്ത് MA ബേബിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര നേതൃത്വവും എന്നുള്ള നിലയിലേക്ക് ഒരു വിഭാഗീയത, ഒരു ധ്രുവീകരണം പാർട്ടി കേരളത്തിലെ CPM-ൽ നടന്നിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാനേ കഴിയുകയുള്ളൂ. എന്തായാലും പിണറായി വിജയനും MP ഗോവിന്ദനും ഒരു യുദ്ധത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ് എന്നുള്ളത് പരസ്യമായി രഹസ്യമായി കഴിഞ്ഞിരിക്കുന്നു. പിണറായി വിജയൻ എടുത്തൊരു നിലപാടിനെ പരസ്യമായി MP ഗോവിന്ദനും പിന്തുണച്ച് കഴിഞ്ഞിരിക്കുന്നു. മറുഭാഗത്ത് ആ നിലപാട് തെറ്റാണെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി പരസ്യമായി പറഞ്ഞിരിക്കുന്നു. MA ബേബി ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. ദേശീയ ജനറൽ സെക്രട്ടറി എന്ന് പറയുമ്പോഴത്തേക്കും പാർട്ടി പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും ഒക്കെ MA ബേബിയുടെ കൂടെ നിൽക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ദേശീയ ജനറൽ സെക്രട്ടറി കൂടെയാണ് ഇതുവരെ അങ്ങനെ നിന്നത്. അപ്പോൾ ആ കേന്ദ്ര നേതൃത്വത്തിനെതിരെ സംസ്ഥാന നേതൃത്വത്തിലെ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ മെമ്പറും അണിനിരന്നിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതെങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പോകുന്നതെന്ന് കാലം തെളിയിക്കും. എന്തായാലും കേരള CPM-ൽ ഒരു പൊട്ടിത്തെറി അനിവാര്യമായിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ പരസ്യമായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് സൂചിപ്പിക്കുക.